നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഇപ്പൊ അവൾ എന്തുവാ പറയുന്നത്? എടാ അവള് പറയുന്നത് അവൾക്ക് അവളെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ കൂടെ വീട്ടിലോട്ട് വരണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യും, നീ നേരെ അവളുടെ വീട്ടിലോട്ട് ചെല്ലാം. അതാകുമ്പോൾ അവൾ നിന്റെ വീട്ടിലോട്ട് വരത്തില്ലല്ലോ, പ്രശ്നം സോൾവ് ആയില്ലേ? ഈ സാഹചര്യം നോക്കി ഊഞ്ചാലാട്ടണം കേട്ടോ. അടി എനിക്ക് എന്തോ വേണമെന്ന് അറിയത്തില്ല, ഞാൻ കയറി അങ്ങ് തൂങ്ങട്ടോ. നീ ധൈര്യമായിട്ട് കയറി തൂങ്ങളിയാ, തൂങ്ങി ആട്. അങ്ങോട്ട് മാറിക്കണം. എടാ നീ അവളെ വിളിച്ചൊന്ന് സമാധാനത്തോടെ സംസാരിക്കളിയാ. എടാ അവക്കതൊന്നും കേൾക്കണ്ട, അത്ര പ്രശ്നം. അച്ഛൻ എന്തോ സീനാണെന്ന് പറഞ്ഞപ്പോ ഇറങ്ങി വരാൻ നിൽക്കുന്ന. എടാ ഇല്ലടാ, പ്രശ്നമൊന്നും കാണത്തില്ല. ഈ അച്ഛനെ അങ്ങ് പണി കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ? ഈ കാശ് ചെലവുള്ള ഏർപ്പാടാ, ഇവിടെ ലാഭമുണ്ട്. ഈ മിണ്ടാ നിൽക്കുന്നതിന് എന്തെങ്കിലും തരണോ? ഓ, നമ്മൾ പറയുന്നേനാ കുറ്റം. എടാ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്ന ഇനി അവള് പറഞ്ഞ പോലെ വീട്ടിലെങ്ങാണെങ്കിൽ വരുമോ? അവളെ നീ ഇപ്പൊ ഫോൺ വിളിച്ചില്ലേ? എടുക്കുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയട്ടെ, അവൾ എന്തായാലും ഇവന്റെ വീട്ടിൽ വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്തിനാടാ? ഒന്ന് ചുമ്മാ ഇരിക്കടാ. ഹലോ അമ്മ. പെണ്ണ് വീട്ടിൽ വന്ന് കയറി കാണും. അവിടെ എൻ്റെ വീടിൻ്റെ വാതിക്കൽ നിൽക്കുന്നടാ, ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. നീ പോയിട്ട് കളയാ. എൻ്റെ വീട്ടിൽ 2 കാറ്റഗറിയിലുള്ള പന്തൽ പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. 1 ചാക്കാല പന്തൽ, 2 കല്യാണ പന്തൽ. ഓടി പോകുന്നു, വായി കൂടെ നടന്നു. അപ്പൊ ചാക്കാലപ്പത്തനാണെങ്കിൽ ഞാൻ വരത്തില്ല കേട്ടോ, കല്യാണം ആണെങ്കിൽ നോക്കാം. ഈ നാക്ക് കുറച്ച് ദിവസം നീ റെന്റിനങ്ങ് തരുമോ? എന്തിനാ? ഓ ഈ ശത്രുക്കളൊക്കെ കുടുംബം തകർക്കാനാ.